എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എ സിയിൽ വാട്ടർ ലീക്കേജ് ഉണ്ടാകാനുള്ള കുറച്ച് കാരണങ്ങളാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫിൽറ്ററും കൂളിംഗ് കോയിലിലൊക്കെ ഡസ്റ്റ് വന്ന് അടിഞ്ഞ് അത് പതിയെ സെറ്റിംഗ് വാട്ടറിൻ്റെ കൂടെ ഡ്രെയിൻ ട്രേയിലോടും കൂടി വീണതിന് ശേഷം അത് ചെറിയ രീതിയിൽ അല്ലെങ്കിൽ അത്യാവശ്യം തന്നെ ഒരു ജെല്ലി പോലെ ഫോമായി ആ ജെല്ലി പോലുള്ളത് കയറി ഡ്രെയിൻ ട്രേ അല്ലെങ്കിൽ ഡ്രെയിൻ പൈപ്പ് അവിടെയൊക്കെ ബ്ലോക്ക് ആയിരിക്കുമ്പോഴാണ് കൂടുതലായിട്ടും എ സിയിൽ നിന്ന് വാട്ടർ ലീക്കേജ് ആവുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് ഐസ് ഫോമേഷൻ മൂലം ഉണ്ടാകുന്ന വാട്ടർ ലീക്കേജ്. അതായത് ഓവറായിട്ട് ഐസ് പിടിക്കുന്ന സമയത്ത് അതിൻ്റെ ബോഡി ലോക്ക് ചെയ്യുന്ന ആ ചെറിയ വിടവിലൂടെയൊക്കെ ഡ്രോപ്പായിട്ട് വാട്ടർ നമ്മുടെ റൂമിലോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സെറ്റിംഗ് വാട്ടർ വീഴാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് എ സിയുടെ ഡ്രെയിൻ പൈപ്പ്. അതായത് ഭിത്തിയിൽ നിന്നും പുറത്തോട്ട് നിൽക്കുന്ന ഡ്രെയിൻ പൈപ്പ് കാലക്രമേണ ദ്രവിച്ചു പോവുകയോ അല്ലെങ്കിൽ ഏലിയ വല്ലതും കറണ്ട് നശിച്ചു പോകുന്ന സമയത്ത്, അതായത് ഡ്രെയിൻ വാട്ടർ പുറത്തോട്ട് പോകാതെ ഭിത്തിയുടെ തന്നെ ഒലിച്ച് നമ്മുടെ റൂമിനകത്ത് തന്നെ വീഴാനുള്ള സാധ്യതയും ഉണ്ട്. അങ്ങനെയും വാട്ടർ ലീക്കേജ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എ സി ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ബാക്ക് ടു ബാക്ക് അല്ലാതെ ഭിത്തിയോട് ചേർന്ന് തന്നെ നമ്മൾ പൈപ്പ് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അതിൻ്റെ ഇൻസുലേഷനൊക്കെ കീറിയിരിക്കുകയെന്നുണ്ടെങ്കിൽ സെറ്റിംഗ് വാട്ടർ തന്നെ നമ്മുടെ ആ പൈപ്പിൽ നിന്ന് സെറ്റിംഗ് വാട്ടർ തന്നെ റൂമിലോട്ട് വാട്ടർ ലീക്കേജ് ആയിട്ട് വരാനുള്ള സാധ്യതയും ഉണ്ട്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക.